ഹായ്, ഞാൻ വിപിൻ. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ബാർകോഡ് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ്. അപ്പം അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയ ബാർകോഡിന് വേണ്ടിയ ഫോണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് ഞാനിവിടെ ഉള്ളൊരു വെബ്സൈറ്റിൽ ഡാ ഫോണ്ട് എന്നും പറഞ്ഞുകൊണ്ടൊരു വെബ്സൈറ്റിൽ കയറി അതിൽ കയറി കഴിഞ്ഞ് നോക്കിക്കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഫോണ്ടുകൾ ഇങ്ങനെ കാണിക്കും. അപ്പോൾ അതിലേതാണോ വേണ്ടിയത് അത് ജസ്റ്റ് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ശേഷം നമ്മുടെ ഡൗൺലോഡ്സിൽ വരും ഒരു സിപ്പ് ഫയലായിട്ട്. അത് നമ്മൾ ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എക്സ്ട്രാക്റ്റ് ഹിയർ കൊടുത്തു കഴിയുമ്പം ഇതുപോലെ വരും. ഇതിനെ നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക. അതിന് ശേഷം വിൻഡോസ് സിമ്പിൾ പ്ലസ് R ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് റണ്ണ് വരും. റണ്ണിൽ ഫോൺസ് എന്ന് നമ്മൾ അടിച്ചു കൊടുക്കുക, FONTS. എൻ്റർ ചെയ്യുമ്പോഴത്തേക്കിനും ഫോൺസ് എന്നുള്ള ഫോൾഡറിലേക്ക് പോകും. ജസ്റ്റ് ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കാണിക്കും. അതിനുശേഷം നമുക്ക് എക്സൽ ഫയൽസിലേക്ക് പോകാം. എക്സലിൽ നമുക്ക് 2 കോളമായിട്ട് നമുക്ക് ആദ്യം വേണ്ടിയത് നമ്മുടെ ടെക്സ്റ്റ് അല്ലേ. അപ്പം ടെക്സ്റ്റ് എന്ന് നമുക്ക് കൊടുക്കാം. കഴിഞ്ഞ് രണ്ടാമത്തെ കോളം നമുക്ക് ബാർകോഡെന്നും. അതിനുശേഷം നമുക്ക് ഇത് രണ്ടുമൂന്ന് ബോൾഡിലാക്കിയേക്കാം. ഓക്കെ, എന്നിട്ട് ഇതിന് ഇച്ചിരി വലിപ്പമൊക്കെ കൂട്ടുക. അതിനുശേഷം നമുക്കിവിടെ എന്താണോ ടെക്സ്റ്റാണോ നമ്പറാണോ എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് മുന്നായിട്ട് ഈ കോളം നമ്മൾ ഈ ജനറൽ എന്നുള്ള ഫോർമാറ്റ് മാറ്റിയിട്ട് നമുക്ക് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് മാറ്റണം. ഓക്കെ, ഇപ്പോൾ ടെക്സ്റ്റിലേക്ക് നമ്മൾ മാറ്റി കഴിഞ്ഞു. ഇനി നമുക്കിവിടെ ആഡ് ചെയ്യേണ്ട എന്താ പറയുക, നമ്പേഴ്സോ അല്ലെങ്കിൽ ലെറ്റേഴ്സോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ ലെറ്ററാണ് ആഡ് ചെയ്യുന്നത്. അത് ഞാൻ പെട്ടെന്ന് തന്നെ ആഡ് ചെയ്ത് പോവുകയാണ്. അതിന് ശേഷം നമുക്കിപ്പുറത്ത് ഇക്വേഷൻ ആഡ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അതിന് നമ്മൾക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇക്വേഷൻ ചെയ്യാനായിട്ട് അതിൻ്റെ ഇക്വേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഏതായാലും ഞാനത് പറഞ്ഞു പോകുന്നില്ല, ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. ഈക്വൽ, അത് കഴിഞ്ഞ് ഈക്വൽസ്, അത് കഴിഞ്ഞ് ഡബിൾ കോഡ്സ് കഴിഞ്ഞിട്ട് സ്റ്റാർ, വീണ്ടും ഡബിൾ കോഡ്സ്, അത് കഴിഞ്ഞ് ആൻഡ് സിമ്പൽ, ദെൻ ഡാറ്റ, D ക്യാപിറ്റൽ ഇട്ട് ഡാറ്റ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് വീണ്ടും ആൻഡ്, പിന്നെ ഡബിൾ കോഡ്സ്, സ്റ്റാർ, ഡബിൾ കോഡ്സ്. ഓക്കെ, ഇത് ഇങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പുറത്തെ ഈ നമ്മുടെ ടെക്സ്റ്റ് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ ലൈനിന് വേണ്ടിയും അതേ ഇക്വേഷൻ തന്നെ നമ്മളിവിടെ ആഡ് ചെയ്യുക. ഈക്വൽ ടു ഡബിൾ കോഡ്സ്, സ്റ്റാർ, ഡബിൾ കോഡ്സ്, ആൻഡ് ഡാറ്റ, ആൻഡ് ഡബിൾ കോഡ്സ്, സ്റ്റാർ, ഡബിൾ കോഡ്സ്. വീണ്ടും ഇപ്പുറത്തുനിന്ന് കോപ്പി, ഇവിടെ പേസ്റ്റ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഫോണ്ട് ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുക്കുക. ഇത് രണ്ടും സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഫോൺസിൻ്റെ അവിടെ ചെല്ലുക. അതിനുശേഷം നമ്മുടെ ബാർകോഡ് ഫോണ്ട് ജസ്റ്റ് ആഡ് ചെയ്യുക. ഇനി നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ സൈസ് ഒന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. കണ്ടില്ലേ? പിന്നെ ഇപ്പുറത്ത് നമ്മൾ സ്മോൾ ലെറ്റേഴ്സിൽ കൊടുത്താലും ബാർകോഡിലേക്ക് അത് വരുമ്പോൾ ആ ലെറ്റേഴ്സ് എല്ലാം ക്യാപ്സിൽ തന്നെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ബാർകോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഇക്വേഷനും അതുപോലെ തന്നെ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വരുന്നത് വരേക്കും ബൈ, ടേക്ക് കെയർ.